പ്രഭാസിന്റെ രാജാസാബ് പ്രീമിയർ ഷോ കാണാനെത്തിയിരിക്കുകയാണ്. ആഫ്റ്റർ സലാർ ആൻഡ് കൽക്കി, പ്രഭാസിൻ്റെ അടുത്ത പടം ഡയറക്റ്റ് ചെയ്യുന്നത് മാരുതി എന്ന് പറയുന്ന ഡയറക്ടറാണെന്ന് പറഞ്ഞപ്പോൾ തെലുഗു ഫാൻസിൻ്റെ അടുത്ത് തന്നെ എതിർപ്പുണ്ടായിരുന്നു. കാരണം മാരുതി എന്ന് പറയുന്ന പ്രഭാസിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാർഡത്തിന് പറ്റിയിട്ടുള്ള ഒരു ഡയറക്ടർ അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ മാരുതി എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഫിൽമോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു സ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രേമകഥാ ചിത്രം എന്നുള്ളത് മാരുതി എഴുതിയതാണ്. പിന്നീട് ബലെ ബലെ മഗാഡി ബോയ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. നാനി ആണ് അതിനകത്ത് നായകൻ. കമൽഹാസൻ്റെ ഒരു പാട്ടുണ്ട് ബലെ ബലെ മഗാഡി ബോയ്, അതാണ് ഈ സിനിമയുടെ ടൈറ്റിലായിട്ട് വന്നിരിക്കുന്നത്. അതൊരു നൈസ് പടമാണ്. ഈ പ്രഭാസിനെ തന്നെ പ്രേമകഥാ ചിത്രമൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മാരുതിക്ക് ഡേറ്റ് നൽകിയത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് ഐ എന്ന് പറയുന്ന ശങ്കറിൻ്റെ പടത്തിൽ ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് മറ്റേ ലിംഗേഷിൻ്റെ, അതായത് വിക്രമിൻ്റെ ക്യാരക്ടറിൻ്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടത്തി ഇങ്ങനെ സിഗരറ്റ് കത്തിക്കുന്ന ഒരു സീനില്ലേ, എനിക്ക് സത്യത്തിൽ അതാണ് ഓർമ്മ വന്നത് പടം കണ്ടു കഴിഞ്ഞിറങ്ങി. രാജാ സാബ് ഒരു ഹൊറർ കോമഡിയാണ്. ഇതിൻ്റെ വൺ ലൈൻ വളരെ സിമ്പിളാണ്. ഗംഗമ്മ സെറീന വഹാബാണ് ഈ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. അൽഷിമേഴ്സാണ് താമസിക്കുന്നത്. കൊച്ചുമകനായിട്ടുള്ള രാജാ സാബിൻ്റെ കൂടെയാണ്. അതാണ് പ്രഭാസ്. ഈ ഗംഗമ്മയ്ക്ക് ആകെ ഓർമ്മയുള്ളത് പണ്ടെങ്ങോ കാണാതായിട്ടുള്ള കനകരാജു എന്നുള്ള സ്വന്തം ഹസ്ബൻഡ്, അതാണ് സഞ്ജയ് ദത്ത്, അതായത് പ്രഭാസിൻ്റെ മുത്തച്ഛൻ. പ്രഭാസിൻ്റെ മുത്തച്ഛൻ ഹൈദരാബാദിലുണ്ടെന്ന് പ്രഭാസ് അറിയുകയും പിന്നീട് ഹൈദരാബാദിലേക്ക് പോവുകയും അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ഇതൊരു ഹൊറർ കോമഡി ആ ഒരു ജോണറിൽ വരുന്ന പടമായതുകൊണ്ട് ഈ സിനിമയുടെ തുടക്കം ഇതുപോലുള്ള ഒരു ഭൂത് ബംഗ്ലാവ്, ഒരു ബംഗ്ലാവ് ഉണ്ടാവും, ആ ബംഗ്ലാവിലായിരിക്കും പ്രേതം, ഏതെങ്കിലും ഒരു കഥാപാത്രം അവിടെ പെട്ടുപോകുന്നു, ആ രീതിയിലേക്കായിരിക്കുമല്ലോ തുടങ്ങുന്നത്. ഹാരി പോട്ടറിൻ്റെ BGM ആണ് തുടക്കം തന്നെ നമുക്ക് കേൾക്കുന്നത്. നൈസായിട്ട് തമ്മൻ അത് അടിച്ചു വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭൂത് ബംഗ്ലാവ് കാണിക്കുന്നു, അവിടെ ഒരു ക്യാരക്ടർ അകപ്പെട്ടു പോകുന്നു, അവിടെ കുറേ സൂപ്പർ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ കട്ടു നമ്മുടെ നായകനെ കാണിക്കുന്നു. അപ്പോൾ മാരുതി എന്ന് പറയുന്ന ഡയറക്ടർക്ക് അറിയാം തൻ്റെ സിനിമയിലെ ഹീറോ പ്രഭാസ് ഒരു പാൻ ഇന്ത്യൻ അപ്പീലുള്ള നായകനാണെന്ന്. അപ്പോൾ ഈ പ്രഭാസിൻ്റെ സ്റ്റാർഡം പാൻ ഇന്ത്യൻ ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന പോലുള്ളൊരു സോങ്. ഈ സോങ്ങിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നായകൻ്റെ ഓപ്പണിംഗ് സോങ് ആണ്. ഇതിനകത്ത് ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ ഈ ഫേസ് സ്വാപ്പ് ഉണ്ടല്ലോ, ആ ഡാൻസ് ചെയ്യുന്നത് പ്രഭാസ് അല്ല, പ്രഭാസിൻ്റെ മുഖം ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അതുപോലുള്ള ഗ്രാഫിക്സ്, അതുപോലുള്ള VFX തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിലുള്ളത്. ഈ സിനിമയുടെ ഓപ്പണിംഗ് സീക്വൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂത് ബംഗ്ല, അത് തുടങ്ങുമ്പോൾ തന്നെ അത് കാണിക്കുന്ന VFX ഉണ്ടല്ലോ, ആ VFX തന്നെ ഈ സിനിമയുടെ ബാക്കിയുള്ള ഇനി അങ്ങോട്ടേക്കുള്ള സീക്വൻസ് വരാൻ പോകുന്ന VFX എല്ലാം എത്ര രീതിയിൽ പരിതാപകരമായിരിക്കും എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അങ്ങനെ നായകൻ്റെ ഇൻട്രോ കഴിഞ്ഞിട്ട് പിന്നീട് നായകനെ സ്നേഹിക്കുന്ന ഒരു നായിക, അതാണ് ഋദ്ധി കുമാറിൻ്റെ ക്യാരക്ടർ. പിന്നീട് ഹൈദരാബാദ് പോകുന്നു. ഹൈദരാബാദിൽ വെച്ചിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് നിധി അഗർവാളിൻ്റെ ക്യാരക്ടറിനെ കാണുന്നു. അപ്പോൾ അതൊരു കന്യാസ്ത്രീ ക്യാരക്ടർ, ആദ്യം കന്യാസ്ത്രീ ക്യാരക്ടർ എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നായകനെ കന്യാസ്ത്രീയെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അങ്ങനെ ഇതിൻ്റെ പുറകെ നടക്കുന്നു. ഈ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ കോമഡി എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. അരോചകമാണ്, നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് സീക്വൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നിധി അഗർവാൾ, അതിൻ്റെ ഇടയിൽ മാളവിക മോഹൻ്റെ ക്യാരക്ടർ വരുന്നു, എന്താണ്ടൊക്കെ കാണിച്ചു കൂട്ടുന്നു. സമുദ്രഖനിയുടെ മേക്കപ്പ് അല്ല ഇതിൽ എടുത്തു പറയേണ്ടതാണ്. ഇജാതി കോമാളി മേക്കപ്പ് ഈ അടുത്തൊന്നും ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് പടത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഈ വെർപ്പിക്കൽ സീക്വൻസ് എല്ലാം കൂടി ഇങ്ങനെ വന്ന് ഏകദേശം ഇൻ്റർവെലിന് തൊട്ട് മുമ്പാണ് ഇതിൻ്റെ മെയിൻ കോൺഫ്ലിക്റ്റ് ഓപ്പൺ ആവുന്നത്. അതായത് സഞ്ജയ് ദത്തിൻ്റെ ക്യാരക്ടറിലാണ് ബാക്കിയുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളെല്ലാം. സഞ്ജയ് ദത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഈ ഫ്ലാഷ് ബാക്കും പിന്നീട് ഈ സഞ്ജയ് ദത്ത് ആൻഡ് പ്രഭാസ് ഇവർ തമ്മിലുള്ള ഒരു ഫേസ് ഓഫ് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഇൻ്റർവെൽ വരുന്നത്. അപ്പോൾ ഇൻ്റർവെൽ വരുമ്പോൾ ഒരു ബ്രേക്ക് ഉണ്ടാവും, അതായത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇൻ്റർവെൽ വരുന്നത്. അപ്പോൾ കിട്ടുന്ന ആശ്വാസം, ഇൻ്റർവെൽ ആയല്ലോ എന്നുള്ളൊരു ആശ്വാസം വരുന്നു. പക്ഷേ നമ്മൾ ഇത്ര നേരം കണ്ടതെല്ലാം ഒരു ട്രെയിലറാണ്, യഥാർത്ഥത്തിലുള്ള ടോർച്ചർ സെക്കൻഡ് ഹാഫിലാണ് എന്നുള്ളൊരു വാർണിംഗ് ആയിരുന്നു ആ ഇൻ്റർവെൽ പോയിന്റ് എന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഈ അരുന്ധതി സിനിമയിൽ നിന്ന് കുറേ കോപ്പി അടിച്ചിട്ടുള്ള സീക്വൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള സഞ്ജയ് ദത്തിൻ്റെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ വെച്ച് ഇൻ്റർവെൽ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ഭൂത് ബംഗ്ലാവിൽ പെട്ടുപോകുന്ന, ലോക്കായി പോകുന്ന നായകനും കുറച്ച് ആൾക്കാരുമാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന സീക്വൻസ് ഇവർ പിന്നീട് ഹൊറർ കോമഡി എന്ന് പറയുമ്പോൾ കോമഡി കാണിക്കണമല്ലോ. അപ്പോൾ ഈ കൾച്ചറൽ ഡിഫറൻസ് ഓഫ് കോഴ്സ് ഇതുപോലുള്ള കാര്യങ്ങൾക്കുണ്ടാവും. ഞാനൊരു മലയാളി ആയതുകൊണ്ടും ഈ തെലുഗു സിനിമയുടെ ആ ഒരു കോമഡി ഒന്നും സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതിനകത്തുള്ള ആക്ടേഴ്സിൻ്റെ കോമഡി എനിക്ക് വർക്കായില്ലെങ്കിലും അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. ഞാൻ കണ്ടത് ലുലുവിൽ പ്രീമിയർ ഷോ ആയിരുന്നു. പ്രീമിയർ ഷോയിൽ ഒരുപാട്, അതായത് മെജോറിറ്റി തെലുഗു ഓഡിയൻസ് ആയിരുന്നു. അവർ കുറേ കോമഡിക്ക് കൈയടിക്കുകയുണ്ടായിരുന്നു, ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കോമഡി വർക്കായെന്ന് വെച്ചാൽ എനിക്ക് വർക്കായില്ല എന്നുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. പക്ഷേ അത് കൾച്ചറൽ ഡിഫറൻസ് ആണ്. കോമഡി ഈസ് ഓൾസോ സബ്ജക്റ്റീവ്. അപ്പോൾ അത് നമുക്ക് വിടാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വരുന്നു.
അത് കഴിഞ്ഞ് സംഭവം ഈ പടത്തിൽ എവിടെ കോൺഫ്ലിക്റ്റ് എവിടെ, നിങ്ങൾ എന്താണ് പറയാൻ വരുന്നത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ മൈൻഡ് മുഴുവൻ. അപ്പോൾ ഈ നായകനും വില്ലനും തമ്മിലുള്ള മൈൻഡ് ഗെയിമാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഈ വില്ലൻ എന്ന് പറയുന്നത് ഹീസ് സോ പവർഫുൾ. ബൊമൻ ഇറാനിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, പത്മഭൂഷണൊക്കെ കിട്ടിയിട്ടുള്ള ഭയങ്കര സൈക്കാട്രിസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ ഗോസ്റ്റിൻ്റെ മൈൻഡ് ഗെയിം കാരണം പുള്ളിക്ക് വരെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. നായകനെ പല രീതിയിൽ പല ഇല്യൂഷൻസ് ഒക്കെ കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് ഈ പറയുന്ന ഈ സഞ്ജിതത്തിൻ്റെ ഈ നെഗറ്റീവ് ക്യാരക്ടർ. പക്ഷേ ഇതിനകത്തുള്ള ഇമോഷണൽ ആർക്ക് എന്ന് പറയുന്നത് ഈ കൊച്ചുമകനും മുത്തശ്ശിയും തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടാണ്. അപ്പോൾ ഈ ഇമോഷണൽ ബോണ്ട് വെച്ചിട്ട് എങ്ങനെ ഈ നെഗറ്റീവായിട്ടുള്ള ഈ ഒരു ഫോഴ്സിൽ നിന്ന് രക്ഷപ്പെടുന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ സീറോ ഇമോഷണൽ കണക്ഷനാണ്, സീറോ എൻഗേജ്മെൻ്റ് ആണ്, ത്രില്ലിംഗ് ആയിട്ടുള്ളതോ തുടങ്ങിയ കാര്യങ്ങളോ ഒന്നുമില്ല. ഏകദേശം 45 മിനിറ്റാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് സീക്വൻസ് ഉള്ളത്. എക്സസീവായിട്ട് കുറേ VFX കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ VFXനൊന്നും ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ളതും ഈ കാണിക്കുന്ന സീക്വൻസുകൾക്കൊന്നും ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല എന്നുള്ളതും പിന്നെ ഓൾറെഡി നമ്മളെ ഏകദേശം 2.5 മണിക്കൂറായിട്ടിരുന്ന ഒരു ടോർച്ചർ ലെവലിൽ നമ്മളിങ്ങനെ നമ്മുടെ ക്ഷമ പരീക്ഷിക്കുന്ന ലെവലായതുകൊണ്ടും ഈ സിനിമ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു കണക്കിന് 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ സിനിമ തീർന്നും കിട്ടി. ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രഭാസ് ഒരു ബിലോ ആവറേജ് പെർഫോമൻസ് ആണ്. ഇതിൽ കോമഡി ആണെന്നുണ്ടെങ്കിൽ അസഹനീയമാണ്, ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിൽ തീരെ വർക്കാവുന്നില്ല. പിന്നെ പുള്ളി ഭയങ്കര ഡിജിറ്റലി മേക്കപ്പൊക്കെയാണ്. പുള്ളിയുടെ സ്ക്രീനിൽ വരുമ്പോഴൊക്കെ ഒരു നല്ല രീതിയിൽ ഡിജിറ്റൽ മേക്കപ്പ് നമുക്ക് എവിഡൻ്റ് ആണ്. പിന്നെ പല ആക്ഷൻ ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം പുള്ളിയുടെ തല വെട്ടി ഒട്ടിച്ചിരിക്കുകയാണ്. പിന്നെ സെറീന വഹാബിൻ്റെ ക്യാരക്ടർ ആദ്യമൊക്കെ നല്ല രീതിയിൽ നല്ല പെർഫോമൻസിലൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് സെറീന വഹാബ് ഭയങ്കരമായിട്ട് ഉറപ്പിച്ച് ഒരു സിനിമ ആണെന്ന്, അതും ഇതിനകത്തുണ്ട്. പിന്നെ സഞ്ജയ് ദത്തിൻ്റെ ചെറുപ്പം പോർഷൻസിൻ്റെ DAGing ലുക്സും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ ഇതിനകത്ത് ഇപ്പോഴും ഒരു ഗോസ്റ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു യഥാർത്ഥത്തിലുള്ള മുഖമല്ല, കുറേ VFX ആയിട്ടുള്ള രീതിയാണ്. അപ്പോൾ പുള്ളി മനുഷ്യനായിട്ട് വന്നിരിക്കുന്ന സീക്വൻസിലെല്ലാം പുള്ളിയുടെ പെർഫോമൻസ് ഈ സിനിമയിൽ മൊത്തത്തിൽ എന്തെങ്കിലുമൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഞ്ജയ് ദത്തിൻ്റെ, അതും ഭയങ്കര പെർഫോമൻസ് ഒന്നുമല്ല, തമ്മിൽ ഭേദമുള്ളൊരു പെർഫോമൻസ് സഞ്ജയ് ദത്തിൻ്റെ ആയിരുന്നു. പിന്നെ 3 നായികമാരുണ്ട്, കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. അവർക്ക് ആകെയുള്ളത് ഇവർ വരുന്ന ഫ്രെയിംസിലെല്ലാം ഇവരുടെ മനോഹരമായിട്ടുള്ള ശരീരം കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ 3 പേർക്കും ഫുൾ മാർക്കാണ്. നിധി അഗർവാളിന് എക്സ്ട്രാ പോയിന്റ് കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് നിധി അഗർവാളിന് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂംസൊക്കെ ഡയറക്ടർ പ്രത്യേകം കൊടുത്തതെന്ന് തോന്നുന്നു, ബാക്കിയുള്ളതിനേക്കാളൊക്കെ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരത്തി കുറച്ച് എക്സ്ട്രാ ബ്രൗണി പോയിന്റ്സ് ഉണ്ട്. പിന്നെ കൊമേഡിയൻസ് ഞാൻ പറഞ്ഞല്ലോ, കൾച്ചറൽ ഡിഫറൻസ് ആണ്. അപ്പോൾ മേ ബി അവരുടെ പണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ എനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നില്ല. ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ആ ഒരു മീറ്റർ ടോണൊക്കെ വെച്ചിട്ട് ഇവരുടെ കോമഡി അടക്കം എനിക്ക് അരോചകമായിരുന്നു. ഇനി ഇതിനെ ടെക്നിക്കലായിട്ട് തമനാണ് ഇതിൻ്റെ BGM, ഹാരി പോട്ടർ BGM ഉണ്ട്. പിന്നെ നമ്മൾ കേട്ട് ഒരുപാട് ഡേജാവു ഫീലാണ്. പുള്ളി അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറേ കോപ്പി അടിച്ചിട്ട് പോലും ഒന്നും വർക്കായിട്ടില്ല. പിന്നെ നച്ചെ എന്ന് പറഞ്ഞ പാട്ട്, അത് മാത്രമാണ് കേൾക്കാൻ ഇത്തിരിയെങ്കിലും സുഖമുള്ളത്. പിന്നെ ഈ സിനിമയുടെ കോറിയോഗ്രാഫി ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രോൾ മെറ്റീരിയലാണ് ഈ സിനിമയിലെ ഈ പാട്ടുകളിലെ കോറിയോഗ്രാഫി. ഈ ബിഗ് ബഡ്ജറ്റ് പടമല്ല, ഏത് ബഡ്ജറ്റ് പടമാണെന്നുണ്ടെങ്കിലും ഒരു സിനിമയിൽ എങ്ങനെ കോറിയോഗ്രാഫി പാടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സിനിമ. ഈ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിൽ ഞാൻ ആദ്യം നോക്കിയത് ഈ സിനിമയുടെ എഡിറ്റർ ആരാണെന്നാണ്, കോട്ടഗിരി വെങ്കടേശ്വര റാവു. ഈ മച്ചാൻ വിചാരിച്ചെങ്കിലുണ്ടല്ലോ നമ്മളെ ഒരുപാട് ടോർച്ചറിൽ നിന്നൊക്കെ ഒഴിവാക്കാമായിരുന്നു. 3 മണിക്കൂർ ഫുട്ടേജാണ് ഇയാൾ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള സീനുകളും ഒരുപാടുണ്ട്. ഇതൊക്കെ ഇയാൾക്ക് ഒഴിവാക്കി വിടാം. പക്ഷേ ഇയാളുടെ ഏറ്റവും സിമ്പിളായിട്ട് ഇയാളുടെ വർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നച്ചെ എന്നുള്ള പാട്ടിൻ്റെ ആ ഒരു എഡിറ്റിങ്, അതിൻ്റെ കട്ട്സ് നോക്കിയാൽ മതി. അത് നമുക്ക് അതിനകത്ത് പ്രോപ്പറായിട്ട് ഒരു ഡാൻസും, അതായത് ഈ പടത്തിലെ കോറിയോഗ്രാഫി മോശമാണ്, ചിലപ്പോൾ ആ കോറിയോഗ്രാഫി മോശമായത് പുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ നച്ചെ പാട്ട് കണ്ടത് നമുക്ക് മനസ്സിലാവും ഈ പടത്തിൻ്റെ എഡിറ്റിംഗ് വർക്ക് എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെ ഒരു ഡാൻസ് സീക്വൻസ് എഡിറ്റ് ചെയ്യരുത് എന്നുള്ളതിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് പുള്ളിയുടെ വർക്ക്, അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ കാർത്തിക് പളനി. എനിക്ക് തോന്നുന്നു കാർത്തിക് പളനിയുടെ അടുത്ത് മാരുതി പറഞ്ഞിരിക്കുന്നത്, ബ്രോ നിങ്ങൾക്കുള്ള ഒരേ ഒരു ജോലി എന്ന് പറയുന്നത് ഈ ഫ്രെയിമിൽ വരുന്ന നായികമാരെല്ലാം എല്ലാ ആംഗിളിലും ഭയങ്കര സൾട്ടറി ആയിട്ട് കാണിക്കുക എന്നുള്ളതാണ്. പുള്ളി അത് വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, എടുത്ത് പറയത്തക്ക ഒന്നുമില്ല. പിന്നെ ഇതുപോലുള്ള സിനിമകളുടെ സൗണ്ട് ഡിസൈൻ നല്ലതായിരിക്കും. അപ്പോഴുള്ള ബിഗ് ബഡ്ജറ്റ് പടങ്ങളുടെ സൗണ്ട് ഡിസൈൻ ഓൾവേസ് എല്ലാം അടിപൊളിയായിരിക്കും. പിന്നെ ഈ പടത്തിലെ ഏറ്റവും വലിയ നെഗറ്റീവും ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് VFX ആണ്. സിനിമയുടെ 45 മിനിറ്റ്, അവസാനത്തെ 45 മിനിറ്റ് ഫുൾ VFX കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ നായകൻ വില്ലൻ എന്നുള്ളതൊരു മൈൻഡ് ഗെയിമാണ്. അപ്പോൾ ഇല്യൂഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് വില്ലൻ്റെ ജോലി. ഇതൊക്കെ ഒരുപാട് നമ്മൾ മാർവലിൻ്റെ തന്നെ ഒരുപാട് സിനിമകളിലൊക്കെ, ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അഡാപ്റ്റേഷനാണ്, കുറേ പടങ്ങളൊരു കോപ്പിയാണ് ഈ പടം. അപ്പോൾ ഈ ഇല്യൂഷൻ സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ ഈ VFX, ഈ ബിലോ പാർ ലെവലിലുള്ള VFX കാരണം നമുക്ക് കിട്ടുന്ന ടോർച്ചർ ലെവൽ, ഒന്നാമത് ഇവർക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഒന്നുമില്ല.
അതിൻ്റെ കൂടെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള സീക്വൻസും ഇല്ല. അതിൻ്റെ കൂടെ ബിലോ പാർ ലെവലിലുള്ള VFX കൂടി വരുമ്പോൾ സഹിച്ചിരിക്കാൻ പറ്റാത്ത ലെവൽ ടോർച്ചറായിട്ട് മാറുകയാണ് അവസാനത്തെ 45 മിനിറ്റ്. ഒരു ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ. ഈ ക്യാരക്ടറിനെ നായകനെ എങ്ങനെയാണ് കീഴ്പ്പെടുത്തുന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു കാട്ടിക്കുട്ടി വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, പക്ക പീക്ക് ലെവൽ അപരാധം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇനി പടം എൻഗേജിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറയാമല്ലോ, ഇത് പടം തുടങ്ങി 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ പ്രഭാസിൻ്റെ ഇൻട്രോ സോങ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ പെട്ടു, വി ആർ ട്രാപ്ഡ്. പിന്നീടുള്ള ഓരോ മിനിറ്റും ഓരോ യുഗം പോലെയാണ് പോകുന്നത്. ഇൻ്റർവെല്ലാകുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവും. ഹാഫ് ഉള്ളത് ഒരു ടോർച്ചറിൻ്റെ ട്രെയിലറായിട്ടും സെക്കൻഡ് ഹാഫ് എന്നുള്ളത് മെയിൻ പിക്ചറായിട്ടുള്ളൊരു ടോർച്ചർ ലെവൽ. ആ രീതിയിലാണ് ഈ പടം അവസാനിക്കുന്നത്. എൻ്റെ അമ്മോ. പിന്നെ US 16+ ആണ് ഈ സിനിമയുടെ സർട്ടിഫിക്കേഷൻ. പക്ഷേ പ്രഭാസിനെ പോലെ വലിയ സ്റ്റാറിനെ കിട്ടിയതുകൊണ്ട് 100 പേരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. ഫൈറ്റ് ചെയ്യുമ്പോൾ തലവെട്ട്, കാലുവെട്ട്, അങ്ങനെ സ്ഥിരം തെലുങ്കിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ തീരെ ചെറിയ കുട്ടികളായിട്ട് ഈ സിനിമ, അതായത് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളായിട്ട് കാണാൻ പറ്റിയൊരു പടമല്ല. കുറച്ച് വയലൻസ് സീനുകളും കുറച്ച് ക്രീപ്പി ആയിട്ട് തന്നെയാണ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ 2026 ഏറ്റവും വലിയ സ്കാമാണ് രാജാസാബ് എന്ന് പറയുന്ന ഈ സിനിമ. പ്രഭാസിൻ്റെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ലുക്ക്, അതിൻ്റെ ഒരു ആക്ഷൻ സീൻസ്, ട്രെയിലറിൽ കാണിക്കുന്ന പല സീക്വൻസും ഒന്നും സിനിമയിലേ ഇല്ല. ഇനി സിനിമയിലുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1% പോലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റാവുന്നതുമല്ല. ഒരു രീതിയിലും എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു പടം. അതാണ് രാജാസാബ്.